ഏറ്റവും ആദ്യം ഭാഗ്യലക്ഷ്മി, ശ്രീനിവാസൻ മായുമ്പോൾ എങ്ങനെ ആണിപ്പോൾ ഭാഗ്യലക്ഷ്മി ഈ ചർച്ച തുടങ്ങി വെക്കുക? ശ്രീനിയേട്ടൻ ഒരിക്കലും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിന്റെ ആരംഭഘട്ടം മുതൽ എൻ്റെ ഒരു സൗഹൃദമായിരുന്നു ശ്രീനിയേട്ടൻ. 1972 ഞാൻ ആദ്യമായിട്ട് ശ്രീനിയേട്ടനെ കാണുന്നത്. ഈ പറഞ്ഞ ആദ്യത്തെ സിനിമ മണിമുഴക്കം എന്ന സിനിമയുടെ ഡബ്ബിങ്ങിന് വാസു സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് ആ സിനിമയിൽ ശ്രീനിയേട്ടൻ ഒരു കഥാപാത്രം, നമ്മുടെ ഹരികേശൻ തമ്പി എന്ന ഹരി നായകനും മറ്റൊരു ചെറിയ കഥാപാത്രം ശ്രീനിയേട്ടനും ആയിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ശ്രീനിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരു മെലിഞ്ഞ ഒരു പയ്യൻ. അപ്പം അവിടെ ഇങ്ങനെ വെറുതെ വന്ന 1-2 സീനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം പരിചയപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രീനിയേട്ടനെ കാണുന്നത്. അതിനുശേഷം പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കോടമ്പക്കം തന്നെ ഗംഗയമ്മൻ കോവിൽ സ്ട്രീറ്റിൽ താമസിക്കുമ്പോൾ ഞാനും വല്യമ്മയും കൂടെ റോഡിൽ ഇങ്ങനെ മാർക്കറ്റിലേക്ക് നടന്നു പോകുമ്പോൾ ശ്രീനിയേട്ടന്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെയാണോ താമസിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു അതാ ഇവിടെയാ. ഞാനിവിടെ അടുത്താട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് വർത്തമാനം പറയും. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. മദ്രാസിൽ ഞങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ കോടമ്പക്കത്തെ പിന്നെ പൈപ്പ് വെള്ളം കുടിക്കാത്ത കലാകാരന്മാർ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ ശ്രീനിയേട്ടൻ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി പലരെയും കാണുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കാലം അങ്ങനെ കുറെ പോയി. ഞാൻ കുറേശ്ശെ ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് 79 സംഘഗാനം എന്ന് പറയുന്ന, അപ്പൊ ആദ്യത്തെ മണിമുഴക്കവും സംഘഗാനവും PA ബക്കർ സാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. മണിമുഴക്കത്തിൽ ഞാൻ ഒരു ചെറിയ കുട്ടിക്കാണ് ഡബ് ചെയ്തതെങ്കിൽ 79 ഞാൻ അതിലെ 2 നായികമാരിൽ ഒരു നായികയുടെ ശബ്ദമായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി എന്നെ ശുപാർശ ചെയ്തത് ശ്രീനിയേട്ടനായിരുന്നു. അങ്ങനെ ഞാൻ അത് ഡബ് ചെയ്ത് ഞങ്ങൾ കുറെ കൂടെ സൗഹൃദം അങ്ങനെ അടുത്തു. പിന്നെ അങ്ങനെ കുറെ കാലം ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ ഇങ്ങനെ പോയി. വലിയ ദൂരമുണ്ട് അന്നത്തെ ശ്രീനിവാസനിൽ നിന്ന് ഇന്നത്തെ ശ്രീനിവാസനിലേക്ക്. ഭാഗ്യലക്ഷ്മി പറയുന്ന ആ ഒരു പറച്ചിലിൽ തന്നെ മലയാളിക്കത് കിട്ടുന്നുണ്ട്. ആ ശ്രീനിവാസനാണോ ഇന്നത്തെ ഈ ശ്രീനിവാസൻ? അത് പലരുടെയും ജീവിതത്തിൽ അത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ നോക്കൂ, ആ ശ്രീനിവാസനാണ് 2 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത ആ സിനിമകളിലെ നായികയുടെ ശബ്ദം ഭാഗ്യലക്ഷ്മിയുടേതാണ് എന്ന് തീരുമാനിച്ചത്. ഭാഗ്യലക്ഷ്മിയാണ് പാർവതിക്കും സംഗീതയ്ക്കും വടക്ക് നോക്കി യന്ത്രത്തിലും ചിന്താവിഷ്ടയായ ശ്യാമളയിലും ഡബ് ചെയ്തത്. അതെങ്ങനെ വന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു ദിവസം ശ്രീനിയേട്ടൻ പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു നാടകം ചെയ്യാൻ തീരുമാനിച്ചു മലയാളി അസോസിയേഷന് വേണ്ടി, ഭാഗ്യലക്ഷ്മി നായിക. അപ്പൊ വത്സൻ എന്ന് പറയുന്ന, ഇപ്പൊ കമൽ സാറിനൊക്കെ നന്നായിട്ട് അറിയാം, വത്സൻ ശ്രീനിയേട്ടന് വളരെ അടുത്ത സുഹൃത്താ. അങ്ങനെ വത്സനാണ് നായകൻ, ഭാഗ്യലക്ഷ്മി നായിക, ഞാൻ സംവിധാനം ചെയ്യുന്നു. അങ്ങനെ നാടകത്തിന്റെ റിഹേഴ്സലും ഒക്കെ കഴിഞ്ഞു. നാടകത്തിന്റെ അന്ന് വൈകുന്നേരം നാടകം, രാവിലെ ശ്രീനിയേട്ടൻ വന്നു, നാടകം നടക്കില്ല കേട്ടോ, ഞാൻ നാട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്കങ്ങ് പോയി. ഞങ്ങളിങ്ങനെ എന്താന്നൊന്നും ചോദിക്കാനൊന്നല്ലേ, ശ്രീനിയേട്ടൻ സ്ഥലം വിട്ടു. പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ കുറെ സിനിമകളൊക്കെ ഇങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ ചോദിച്ചൊന്നുമില്ല. പക്ഷേ ഈ ചിന്താവിഷ്ടയായ സിനിമ എന്ന ഡബിങ്ങിന് എന്നെ വിളിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ശ്രീനിയേട്ടൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. അപ്പൊ ആ നാടകത്തില് ഒരു സീൻ ഉണ്ടായിരുന്നു. ആ നാടകത്തിലെ സീൻ എന്നോട് ആദ്യമായിട്ട് ഒരു ഡയറക്ടറായിട്ട് എന്നോട് പറയാ, പിന്നെ കർട്ടൻ ഉയരുന്നു, രംഗം ഇരുട്ടാണ്, സ്റ്റേജിൽ ആരുമില്ല, നമ്മൾ 7 മണിക്കാണ് നാടകം തുടങ്ങുന്നത്, നല്ല ഇരുട്ടായിരിക്കും, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, കുറെ നേരം ഇരുട്ട് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, കുറെ നേരം ഇരുട്ടാവുമ്പോ ബോറടിക്കില്ല, ആൾക്കാർ കൂവില്ലേ? കൂവണമല്ലോ, അതാണ് എന്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചിന്താവിഷ്ടയായ സിനിമ ഡബ് ചെയ്യാൻ അവിടെ ചെന്ന് നിന്നപ്പോ ഫസ്റ്റ് സീന് ഇങ്ങനെ ഇരുട്ടാണ്, ഒരു പൂച്ചയുടെ ശബ്ദം മാത്രം കേൾക്കാം.
കുറെ നേരം സീനിൽ ആരുമില്ല. അപ്പൊ ഞാൻ പതുക്കെ കൺസോളിലേക്ക് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ഞാൻ ഒരൊറ്റ ചിരി ചിരിച്ചപ്പോ ശ്രീരിയുടെ പറഞ്ഞു പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു ആ പിടികിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു സൗഹൃദവും അത് സ്വതസിദ്ധമായ ഒരു തമാശയും. അദ്ദേഹം തമാശയാണ് പറയുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് നമ്മളോട് ഓരോ കാര്യം പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനൊക്കെ പറയുന്ന ബുദ്ധിജീവിയാണ്, ശ്രീനേട്ടൻ ബുദ്ധിജീവിയാണ് എന്ന് ഞാൻ ഇങ്ങനെ ഞാൻ ഇത്തിരി ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ കളിയൊക്കെ ആക്കുമായിരുന്നു. അതിനുശേഷം വടക്ക് നോക്കി യന്ത്രം ഡബ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ കണ്ട് വളർന്ന് നമ്മളോടൊപ്പം ഈ കോടമ്പക്കത്ത് വളർന്ന ഒരു കലാകാരന്റെ സംവിധാനം ചെയ്ത 2 സിനിമയും എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം ശ്രീനിയേട്ടന് എന്നോട് വിശ്വാസവും ഇഷ്ടവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. യെസ്.